പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശാന്തമാകാം. ഉറങ്ങാൻ പോവല്ലേ? ശാന്തമാകാം. വചനം പറയുന്നത് എന്താ? സങ്കീർത്തനം 46:10, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. കഴിഞ്ഞത് കഴിഞ്ഞു. ഇന്നത്തെ ദിവസമൊക്കെ കഴിഞ്ഞു. ഇനി ശാന്തമാവുക. ഇനി എല്ലാം കർത്താവിന് കൊടുക്കുക. ഇന്നത്തെ ദിനം മുഴുവൻ നീ അധ്വാനിച്ചു, പ്രയത്നിച്ചു, കഷ്ടപ്പെട്ടു. ഇനി കർത്താവിന് കൊടുക്കുക. നിൻ്റെ എല്ലാ അധ്വാനവും കർത്താവിന്, നിൻ്റെ ജീവിതം കർത്താവിന്, നിൻ്റെ സ്വപ്നങ്ങൾ കർത്താവിന്, നിൻ്റെ ആഗ്രഹങ്ങൾ കർത്താവിന്, നിൻ്റെ ദുഃഖങ്ങൾ കർത്താവിന്, നിൻ്റെ കഷ്ടതകൾ കർത്താവിന്, നിൻ്റെ ദുരിതങ്ങൾ കർത്താവിന്, നിൻ്റെ രോഗങ്ങൾ കർത്താവിന്, നിൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന തടസ്സങ്ങൾ കർത്താവിന്, കുടുംബത്തിലുണ്ടാകുന്ന വിഷമങ്ങൾ കർത്താവിന്, നിൻ്റെ ടെൻഷൻസ് കർത്താവിന്, ആകുലതകൾ കർത്താവിന്, എല്ലാം കർത്താവിന്. മേക്ക് യുവർ സെൽഫ് ഫ്രീ. നീ ഫ്രീ ആവും. കർത്താവ് പറയുകയാണ് വചനത്തിലൂടെ, സങ്കീർത്തനം 46:10, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. അപ്പം എല്ലാം കർത്താവിന് കൊടുത്തിട്ട് ഏറ്റവും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാനായിട്ട് പരിശ്രമിക്കണം. ദൈവമാണെന്നറിയണം. ബോധത്തിലേക്ക് കടന്നു വരണം. ലാസർ മരിച്ചു കഴിഞ്ഞപ്പോൾ 4-ാം ദിവസം കർത്താവ് എത്തണം. യോഹന്നാൻ 11 4-ാം ദിവസം കർത്താവ് എത്തണം. എല്ലാവരും പറഞ്ഞു ഇനി രക്ഷയില്ല, മരിച്ചല്ലോ, എങ്ങനെ ഒരാൾ പുറത്തേക്ക് വരിക? കർത്താവ് പറഞ്ഞു, കല്ലെടുത്ത് മാറ്റ്, ജീവനും പുനരുദ്ധാനവും ഞാനാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ആ മരിച്ചവനെ ഉദ്ധാനത്തിലേക്ക് കർത്താവ് കൊണ്ടുവന്നു. ശാന്തമാവുക, ദൈവമാണെന്നറിയുക. അന്ധന്മാരെ നിലവിളിച്ച് പ്രാർത്ഥിച്ചു, ദാവീദിൻ്റെ പുത്രാ എന്നിൽ കനിയണമേ, ദാവീദിൻ്റെ പുത്രാ എന്നിൽ കനിയണമേ. കർത്താവ് അവരെ തൊട്ടു സൗഖ്യപ്പെടുത്തി. ശാന്തമാവുക, ദൈവമാണെന്നറിയുക. രക്തസ്രാവക്കാരി സ്ത്രീ 12 വർഷമായിട്ട് പല ഡോക്ടർമാരെയും ബിഷഗുരന്മാരെയും കണ്ടു മാറിയില്ല. അവസാനം കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊട്ടു, സൗഖ്യം കിട്ടി. ശാന്തമാവുക, ദൈവമാണെന്നറിയുക. എല്ലാ ടെൻഷൻസും കർത്താവ് ഏറ്റെടുക്കട്ടെ. എല്ലാ രോഗങ്ങളും കർത്താവ് ഏറ്റെടുക്കട്ടെ. ശാന്തമായി നീ ഉറങ്ങുക. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, എനിക്ക് ശാന്തത നൽകുന്ന ഈശോയെ അങ്ങേക്ക് 1000 നന്ദി. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.